ചേട്ടാ ഇതിനകത്ത് വലിയ മീനുണ്ട്. മീനുണ്ട്, ചാടരുത്. പിന്നെ പിടിച്ച് കയറ്റാൻ വലിയ പാടാ. ആഴമുണ്ടോ? പിന്നെ നല്ല ആഴല്ലേ. പക്ഷെ ഇതിങ്ങനെ കിടക്കുന്ന ഭയങ്കര രസമല്ലേ, പ്രകൃതി രമണി. ചേട്ടാ നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ നല്ല പ്രകൃതി 10 മിനിറ്റ് ഒന്ന് ഇറങ്ങി കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ സമയമായി. ഞാൻ അസ്വസ്ഥനാണ്. ചോദിച്ചിട്ട് തീരണ്ടേ? അതായത് ഈ ജ്യോതിഷത്തിലൂടെ പല ഗ്രഹനില നോക്കുന്നു, നമ്മുടെ പല അവസ്ഥകളെ പറ്റി നമ്മൾ ഗ്രഹിക്കുന്നു. അപ്പം ഈ വിധി എന്ന് പറയുന്ന സാധനം എവിടെയാണ് കണക്റ്റഡ് ആയി കിടക്കുന്നത്? ശരിക്കും ഈ വിധി എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നതിന് അപ്പുറത്തേക്ക് ജ്യോതിഷവുമായിട്ട് അതിനെ ക്ലബ് ചെയ്യാൻ പറ്റില്ല. കാരണം വിധി ശരിയാണ് എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിന് ഒരുപാട് പരിമിതികളും ജ്യോതിഷം തെറ്റാണെന്ന് പറയേണ്ടി വരും. എവിടുന്നൊക്കെയോ പഠിച്ചിട്ട് വന്ന് ചോദിക്കുകയാണ്, എന്നെ കുരുക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ വിധിയും ജ്യോതിഷം, അതാണ് ഞാൻ എൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല, ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്. അപ്പോൾ ഈ പ്രവചനമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ വിധി എന്ന് പറയുന്നത്. പ്രവചനത്തിനും വിധിക്കും പരിഹാരമില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്നങ്ങ് വിധിച്ചാൽ പിന്നെ പരിഹാരങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമില്ല, പിന്നെ അമ്പലങ്ങളിൽ പോകേണ്ട കാര്യം വരുന്നില്ല. ഇതുപോലെയാണ് പ്രവചനം. ഇന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരങ്ങളില്ല. ജ്യോതിഷം പരിഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അത് അമ്പലത്തിൽ പോയി ചെയ്യുന്ന പരിഹാരം മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഉണ്ടാപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാമ്പത്തികമായ അച്ചടക്കം പുലർത്തുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക, വരവ് ചെലവുകൾ എഴുതി സൂക്ഷിക്കുക. ഒരുപാട് മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അതിൽ പിന്നെ അമ്പലത്തിൽ പോകാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപ ഇപ്പം നഷ്ടം വരും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് വരണം. വിധി എന്ന് പറയുന്നത് ജ്യോതിഷവുമായി കണക്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം അല്ല, രണ്ടാണ്. ഈ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ പല ഭരണാധികാരികളും ഈ പറയുന്ന സമയം അല്ലെങ്കിൽ ചില ഡിസിഷൻ എടുക്കുന്നതിന് പ്രത്യേക സമയം അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഡിസിഷൻ എടുക്കുക, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സമയം എടുത്തിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് സമയം എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഒരു കോൺഫിഡൻസ് കൂട്ടും, മനസ്സിലായി? അല്ലാതെ ഇപ്പം നോമിനേഷൻ കൊടുത്തത് കൊണ്ട്, ഇപ്പം വിധിയുടെ ഒരു കാര്യം പറയാം, ഒരു നല്ല മുഹൂർത്തം നോക്കി നോമിനേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം അവർ വിജയിക്കണം എന്നില്ല. അവിടെ അവരുടെ ഒരു പ്രവർത്തനം ഉണ്ടാകണം. അല്ലാതെ നല്ല സമയമാണ് ഞാൻ എടുത്തു നോമിനേഷൻ കൊടുത്തു എന്നുള്ള അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. ആ ലെവലിൽ അതിനെ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ എടുത്തു. ജയിച്ചോ? ഞാൻ അങ്ങനെ ജയിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ ചേട്ടൻ്റെ തന്നെ മണ്ഡലത്തിലെ MLA നല്ല വിശ്വാസിയായ വളരെ പ്രവർത്തനത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഗണേഷ് സാർ. ഗണേഷ് സാർ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ഭയങ്കര ജ്യോതിഷ വിശ്വാസിയായിട്ടുള്ള ഒരു ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഈ വീടുകളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ശരിക്കും ഗൃഹപ്രവേശത്തിനൊക്കെ എന്നെ വിളിച്ചിട്ട് മുഹൂർത്തം എടുക്കുകയും ഞാൻ അവിടെ ചെല്ലണം, ആ ചടങ്ങുകൾ നടത്തണമെന്ന് നിർബന്ധമായിട്ട് വേറെ പരിപാടി ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് വരണം എന്ന് പറയുന്നത്. പക്ഷേ ആ വീട്ടുകാരുടെ ഒരു വിശ്വാസം കൂടി പരിഗണിച്ചുകൊണ്ടാകാം. അപ്പോൾ അദ്ദേഹം കമൂഞ്ചേരിയിൽ ഒരു വീട് വെച്ച് കൊടുത്തു. അപ്പോൾ അവർക്ക് എന്നെ നേരത്തെ അറിയാം, എൻ്റെ അടുത്ത് വരുന്ന ആളുകളാണ്. അപ്പം അവർ എന്നോട് പറഞ്ഞിട്ട് ഏത് ഡേറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്നോട് ബഹുമാനനായ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ഏത് ഡേറ്റാണ് ഹരി? ഞാൻ ഇന്ന ഡേറ്റാണ് അവൈലബിൾ, അതിലേതാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അത് ചിലപ്പോൾ അവരുടെ വിശ്വാസത്തെ തള്ളിക്കളയേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ജ്യോതിഷ വിശ്വാസിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഈ ക്രോസ് റിലീജിയനിലെ ആൾക്കാർ വരുമ്പോൾ അതെങ്ങനെ റീഡ് ചെയ്യും? അല്ല, അവിടെ പരിഹാരങ്ങളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം നമുക്ക് കണ്ടകശിനിയാണ് അതിന് പരിഹാരമായിട്ട് സെൻറ്റ് ജോർജ് പുണ്യാളനോട് ഇത് കൊടുക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പ്രശ്നമുള്ള കാര്യമാണല്ലോ. പക്ഷേ ഇതിനകത്ത് ഈ സമയം നോക്കാൻ ശരിക്കും എനിക്ക് ഈ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ വരാറുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ സജഷൻസ് ആണ് കൊടുക്കുന്നത്. അവരവരുടെ ഇതനുസരിച്ച് അവർ പലതും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്നതും എൻ്റെ അച്ഛൻ ജ്യോതിശാല ഇട്ടതും ഒക്കെ പക്ക ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിലാണ്. പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ളത്. അത് മാത്രമല്ല, ഏറ്റവും രസകരമായ കാര്യം അവിടുത്തെ മുസ്ലിം പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അച്ഛൻ്റെ ജ്യോതിശാലയും ഉണ്ടായിരുന്നത് എന്നാണ്. ഇന്നതൊക്കെ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വർഷങ്ങളോളം എൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന ആളാണ്. ഒരുപാട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷം തോന്നിയ ഒരു വീട്ടിൽ ഞാൻ വേറൊരു ആവശ്യത്തിന് അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള അമ്മ, ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ ഈ മകൻ എന്നോട് കയറുന്നതിന് മുമ്പ് പറയുകയാണ്, മകനും പ്രായമുള്ള ആളാണ്, വൈദ്യർ മരിച്ച കാര്യം അമ്മയോട് പറയണ്ടായിരുന്നു. അപ്പം എനിക്കത് തോന്നിയ ആ ഒരു പഴയ സൗഹൃദങ്ങളാണ്. അപ്പം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർക്കത് വിഷമം ഉണ്ടാകും. ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളോടും അവരുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ മരിച്ചു എന്ന്. അത് ഇസ്ലാം. അപ്പോൾ ആ പഴയ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ബോണ്ടിങ്, ഒരു പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ജ്യോതിഷം വിശ്വസിച്ചാണോ വിശ്വസിക്കാതെയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് അനുഭവത്തിൽ എൻ്റെ
ചില സുഹൃത്തുക്കളും ഒക്കെ ഉള്ളവർ അവർ വലിയ വിശ്വാസികളൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ എടാ ഇതിൻ്റെ സമയം ഒന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. ചേട്ടാ ഈ ഹോമങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാൻ ടു ബി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കാലാന്തരങ്ങളായിട്ട് സ്വാമിമാരും ഋഷിവര്യന്മാരൊക്കെ ആയിട്ട് ചെയ്തു വന്ന പല കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ തീർക്കുന്നത് ശരിയാണോ? മോശമല്ലേ അത്? ഞാൻ ഹോമത്തിൻ്റെ ആളാണ് കേട്ടോ. ശരിയാണ്, ഞാനത് ഒരു വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കുന്നു. പണ്ട് വ്യാസനും വസിഷ്ഠനും എല്ലാവരും മുനിവര്യന്മാരൊക്കെ ഹോമങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ആചാരങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കേണ്ടേ എന്ന് പറയുമ്പോൾ ആചാരഗ്രന്ഥത്തിൽ തന്നെ ഒരു പദ്യമുണ്ട്. ഹൃദയധ്യായതും വിഷ്ണു ത്രേതായാമചതോ മഹേ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാൽ എന്നൊരു പദ്യമുണ്ട്. ഒന്ന് മനസ്സിലായില്ലല്ലോ? അതായത് കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെയാണ് ഈ ഹോമവും യജ്ഞവും യാഗവും ഒക്കെ. അതും ഈ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയൊക്കെയാണ് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. അല്ല നിങ്ങളുടെ കണ്ടകശിനി മാറ്റാൻ 50,000 രൂപ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടല്ല അവരിതൊന്നും ചെയ്തിട്ടുള്ളത്. കലിയുഗത്തിൽ, അതായത് നമ്മുടെ ഈ യുഗത്തിൽ ഹരിനാമ കീർത്തനം, അതായത് നല്ല പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയാണോ നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി തരുന്നത്, മോട്ടിവേഷൻ തരുന്നത്, സമാധാനം തരുന്നത്, ആ പ്രാർത്ഥന ചൊല്ലണമെന്ന് നമ്മുടെ ആചാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഹോമത്തിലേക്ക് പോകുന്നത്? ആചാരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കലൗ തത് ഹരികീർത്തനാൽ, ഹരിനാമകീർത്തനം എന്നാണ് പറയുന്നത്, പ്രാർത്ഥന ചൊല്ലിയാലും മതി. അപ്പോൾ അത് ഞാനത് സംസാരിക്കുന്നത് നിയമത്തിൽ നിന്നുകൊണ്ടാണ്. അന്നത്തെ കാലത്ത് ഇല്ലെന്നല്ല പറയുന്നത്, അന്നത്തെ കാലത്ത് അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് പറഞ്ഞത് ഇന്ന് ചെയ്യണം. ഈ പലരും പറയും, പല പ്രശ്നങ്ങളും പറയും കലികാലം അല്ലേ, ആക്ച്വലി ഇത് മോശം കാലമാണോ നല്ല കാലമാണോ? അല്ല, കലികാലത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. അത് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലം, ഇപ്പം മാവേലി നാട് വളരുന്ന കാലത്തിൽ നിന്ന് ഇപ്പം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമാണെന്ന് പറയത്തില്ലേ? അപ്പോൾ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്ന കാലം അന്ന് കലികാലം അല്ലായിരുന്നു. അല്ല, അന്ന് നല്ല കലികാലമാണ്. എന്നാലും മാറ്റങ്ങൾ, കലികാലത്തിൽ ഇത്തരത്തിലും മാറ്റങ്ങൾ ഉണ്ടായി വരുമല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ജീവിക്കുന്ന ഏറ്റവും മോഡേൺ ആകുന്ന ഒരു കാലത്താണ്. മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത് ജനിച്ച് പിന്നെ മൊബൈൽ ഫോൺ വരുന്നു, ഒരുപാട് ടെക്നോളജി ഉള്ള കാലം. ശരിക്കും നല്ല കാലമാണ് കലികാലം. പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ തമ്മിൽ ശത്രുത, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ മതത്തിന്റെ പേരിൽ മറ്റുള്ള സ്പർദ്ധകൾ ഞാൻ മുമ്പ് പറഞ്ഞേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമെങ്കിലും പൊതുവേ അത്ര മോശമല്ലല്ലോ, നമ്മളൊക്കെ ജനിക്കുന്നതല്ലേ, ജീവിക്കുന്നതല്ലേ. അതുപോലെ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കർമ്മ പേസ് ബാക്ക്, കർമ്മ ഫലിക്കും എന്നുള്ളതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. കർമ്മങ്ങൾ ഫലിക്കും എന്നുള്ളതിൽ അത് ഈ കർമ്മങ്ങൾ നമ്മൾ തിരിച്ചടിക്കുമെന്ന് മാത്രമല്ല, കർമ്മങ്ങൾ നമുക്ക് പോസിറ്റീവ് ആകും എന്നുകൂടിയുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കൾ, ചില ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരുപാട് പേരെ പറയുന്നില്ല, അവർ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകുമ്പോൾ ഇത് വിധിയാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ അവരോട് മുഖത്ത് നോക്കി അത് വിധി, ഇവർക്കുണ്ടാകുന്ന ഇവരുടെ പോരായ്മകളുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ പോരായ്മകളെ കണ്ടെത്താൻ ശ്രമിക്കാതാണ് നമ്മൾ വിധിയുടെ പിന്നാലെ പോകുന്നത്. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാൾ, അവന് മദ്യപിക്കാതിരിക്കാവുന്നൊരു ഓപ്ഷൻ അവൻ്റെ മുമ്പിലുണ്ട്. അവൻ മദ്യത്തിൽ അഭയം പേടിയിട്ട് അവൻ ചെന്നിട്ട് എനിക്ക് കൂടുപാത്രം ചെയ്തുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്, അത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ കൂടുപാത്രം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ കൂടുപാത്രം ചെയ്തുകൊണ്ടാണ്, എൻ്റെ അമ്മായിയമ്മ കൂടുപാത്രം ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നതിനെ എനിക്ക് പുച്ഛമാണ്. അങ്ങനെയല്ല, അവൻ്റെ അഹങ്കാരമാണ്. അവൻ ചെയ്യേണ്ടത്, ഒരുത്തൻ 12 മണി വരെ കിടന്നുറങ്ങിയിട്ട് അവൻ ബിസിനസ് നോക്കാൻ പോകാതിരുന്ന് ബിസിനസ് തകർന്ന് തരിപ്പണമായിട്ട് ഇത് വിധിയാണെന്ന് പറയുന്ന വിധിയോട് എനിക്ക് പുച്ഛമാണ്. കാരണം അവന് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അവന് ചെയ്യേണ്ട ജോലിയുണ്ട്. അവിടെ കർമ്മം ചെയ്യണം. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് നീ കർമ്മം ചെയ്യുക എന്നാണ്, നീ ജോലി ചെയ്യുക എന്നാണ്. ഒരു പദ്യം ഞാൻ പഠിച്ചതാണ്, ഉത്സാഹിനാം പുരുഷ സിംഹം ഉപൈതി ലക്ഷ്മിയും. നിങ്ങൾ ഉത്സാഹിക്കണം, നിങ്ങൾ കഷ്ടപ്പെടണം, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവൂ. ഒരു മാനെ പിടിക്കണമെങ്കിൽ ആ പുലി ഓടണം, അല്ല ചുമ്മാ അവിടെ കുത്തിയിരുന്നിട്ട് മാൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ മാൻ വരില്ല. വർക്ക് ചെയ്യണം. അപ്പം എല്ലാവരും പറയാറുണ്ട് കേസരി യോഗമുണ്ട്, എന്താ ഞാൻ രക്ഷപ്പെടാത്തതെന്ന്. കേസരി യോഗത്തിൽ ചുമ്മാ രക്ഷപ്പെടൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഗജയൂത സഹസ്രാണി നിഹന്തിയെ കോപി കേസരി. എങ്ങനെയാണോ ആയിരക്കണക്കിന് ആനകളെ ഒരു സിംഹം കൊല്ലുന്നത്, അതേപോലെ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ കൊല്ലാൻ കഴിയും. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ നിനക്ക് ശേഷിയുണ്ടെന്ന് നീ ചെയ്യണം എന്നാണ്. അല്ല, അങ്ങനെ ചെയ്യണം നീ. കേസരി യോഗം എന്ന് പറഞ്ഞാൽ നിനക്ക് കേസരി യോഗം ഉണ്ടെങ്കിൽ നീ മിണ്ടാണ്ടിരുന്നാൽ നിനക്ക് വീട്ടിൽ പൈസ കൊണ്ട് തരും എന്നല്ല. നീ കർമ്മം ചെയ്യണം, നീ വർക്ക് ചെയ്താൽ നിനക്ക് വിജയിക്കും എന്നുള്ളതാണ്. അപ്പം പ്രവർത്തനം വേണം, പ്രവൃത്തി വേണം. അപ്പം പൂർണ്ണമായും വിധിയിൽ വിശ്വാസമില്ല. അല്ല, വിധിയിൽ വിശ്വസിക്കുന്നത് എങ്ങനെ വെച്ചാൽ, നീ ജോലിക്ക് പോകാതിരുന്ന് നിനക്ക് നട്ടം വന്നാൽ നിൻ്റെ വിധി, നീ തിരിച്ച് ജോലിക്ക് പോയി നേടിയാൽ നിൻ്റെ നന്മ, അങ്ങനെ വിധി. അല്ലാതെ ഞാൻ ഒന്നിനും പോകാതിരുന്നിട്ട് ഇതെൻ്റെ വിധി ഇങ്ങനെയാണ്, എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇതെന്ന് പറഞ്ഞിട്ട് ഞാനത് വിശ്വസിക്കുന്നില്ല. അത് എനിക്ക് വയ്യെങ്കിലും ഞാൻ രാവിലെ എൻ്റെ ജ്യോതിഷാലയത്തിൽ പോകും. എത്ര വയ്യെങ്കിലും ഞാൻ രാവിലെ, എന്തുകൊണ്ടാണ്, എനിക്കിപ്പുറത്ത് ഒരുപാട് ബാധ്യതകൾ ഇപ്പുറത്തുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇപ്പുറത്ത് നേരിടുന്നുണ്ട്, എൻ്റെ പ്രൊഫഷൻ ഇതാണ്.
അപ്പം എനിക്ക് വിധിയാണ്, ഞാൻ അതുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം മഹാപുരുഷന്മാരുണ്ട്, രാമനായിരുന്നാലും ലക്ഷ്മണനായിരുന്നാലും. ഇപ്പം നമ്മൾ വിശാലമായി പറയുകയാണെങ്കിൽ ഇപ്പം രാമൻ്റെ മരണം, അതുപോലെ ലക്ഷ്മണൻ്റെ മരണം, അതേപോലെ ഇപ്പം ഇസ്ലാം മതത്തിലെടുത്താൽ മുഹമ്മദ് നബിയുടെ മരണം. ഇപ്പോൾ രാമൻ ആത്മഹത്യ എന്ന് പറയുന്നു, അതേപോലെ മുഹമ്മദ് നബിക്ക് വിഷം കൊടുത്താണ് കൊല്ലുന്നത്, അതുപോലെ ജീസസിനെ വളരെ കഷ്ടപ്പെടുത്തി കുരിശിലേറ്റുന്നു. അപ്പം മഹാന്മാരായിട്ടുള്ള ഇത്രയും വീരപുരുഷന്മാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നിങ്ങൾ മനസ്സിലാക്കുക, മുഹമ്മദ് നബി ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ക്രിസ്തു ആണെങ്കിലും അവരൊക്കെ ജീവിച്ചത് അവർക്ക് വേണ്ടിയല്ല. അവരൊക്കെ ജീവിച്ചത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. എനിക്ക് ഉണ്ടാക്കുക, എനിക്ക് കിട്ടുക. ഇന്നത്തെ മതപണ്ഡിതന്മാരെല്ലാം, അതായത് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്തു മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ഇതിലുള്ള പണ്ഡിതന്മാരിൽ വലിയ വിഭാഗം എനിക്ക് കിട്ടുക, എൻ്റെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആളുകളാണ്. അത് നമ്മളെ മാത്രം ഉള്ളൊരു, നമുക്ക് മാത്രം കിട്ടുക എന്നുള്ള ഒരു സംഭവമാണ്. അവർ മഹാന്മാരായ അവരെ അങ്ങനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവരത്രത്തോളം ഇൻഫ്ലുവൻഷ്യലാണ്, അവർ പൊതുസമൂഹത്തെ കണ്ണു തുറക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചവരാണ് എന്നൊരു ചിന്ത ആർക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണത്. ചേട്ടാ, അതേപോലെ നമ്മൾ ഈ പറഞ്ഞു വന്ന കുറേ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്, അതായത് പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ, ഇപ്പോൾ അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാരുടെ സമയം, ഗ്രഹനില ഇതെല്ലാം കൂടെയൊക്കെ മാച്ച് ചെയ്ത് ഒരു കുട്ടി ജനിക്കാമെന്ന് വിചാരിക്കുക. ഇവരുടെ എന്തെങ്കിലും ഒരു ഗുണം ഇവർക്ക് കിട്ടുമോ? കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഈ ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം അനുസരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. നമ്മൾ ചില സമയത്ത് ഈ പട്ടാളക്കാരെ കാണുമ്പം നമുക്കവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു ഫിസിക്കൽ മാത്രമല്ല, അവരുടെ ഒരു രീതികളുണ്ട്. ഇപ്പം എൻ്റെ ഓഫീസിലേക്ക് കയറി വരുന്നത് പെട്ടെന്നൊരു പട്ടാളക്കാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പട്ടാളക്കാരൻ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ആളുകളും അവർ വന്നാലുണ്ടെ ചെയറൊക്കെ പിടിച്ചവർ, അല്ലെങ്കിൽ അവർ പോകുമ്പോൾ അവർ ചെയറൊക്കെ പിടിച്ചാൽ കറക്റ്റ് പൊസിഷൻ അങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പം അതേ സമയത്ത് ജനിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. ഓൺ റെക്കോർഡിൽ എനിക്കൊരു സ്വഭാവമായിരിക്കും, പക്ഷെ ഓഫ് റെക്കോർഡിൽ എനിക്ക് വേറൊരു സ്വഭാവമായിരിക്കും. അപ്പം എല്ലാ മനുഷ്യനും പല പല സ്വഭാവങ്ങൾ, അത് നമ്മൾ ഏത് സാഹചര്യത്തിലേക്ക് പോകുന്നു, ആരുമായിട്ട് കൂടുതൽ സഹകരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനത്തെ ക്യാരക്ടർ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മോഹൻലാലൊക്കെ ജനിക്കുന്ന സമയത്ത് നടനായിരുന്നില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളും അദ്ദേഹത്തിന് ആക്ടിങ് സ്കില്ലുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിനേക്കാൾ ആക്ടിങ് സ്കില്ലുള്ള ഒത്തിരി പേർ അഭിനയിക്കാൻ കഴിയാതെയും പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജാതകം പ്രവചിച്ച ഒരു സാധനമല്ല. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഒരേ കാര്യം വരണം. അവരവരുടെ ജീവിത ചുറ്റുപാടുകൾക്കനുസരിച്ച് അവരവരുടെ ക്യാരക്ടറും സ്വഭാവവും ജീവിതവും എല്ലാം മോൾഡ് ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൾട്ടിമേറ്റ്ലി കഴിവും പ്രവൃത്തിയും. ഈ കഴിവുണ്ടവൻ ചുമ്മാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം നല്ല പാടാൻ കഴിവുള്ള ഒരുത്തൻ പാടണം, പാടിയെങ്കിലേ അവൻ്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അല്ലാതെ ഞാൻ നല്ല കഴിവുണ്ട് പാടാൻ, പക്ഷേ എനിക്ക് സഭാകമ്പമാണ്, ആളുകളുടെ മുമ്പിൽ പാടാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ല. അവൻ പാടണം. അതേപോലെ ഇപ്പോൾ ഈ ട്വിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഇവരിൽ അതിൻ്റെ ഒരു സയൻസ് എന്താ? ഇത് ഹോറോസ്കോപ്പായിട്ട് കണക്ട് ചെയ്ത് ഹോറോസ്കോപ്പിൽ കറക്റ്റാണ്, പക്ഷേ നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഇപ്പോൾ രണ്ട് ട്വിൻസ് ഉണ്ട്. അവർ ഒരാളെ പഠിപ്പിക്കാൻ കേരളത്തിന് പുറത്തൊരു കോളേജിലേക്കും മറ്റേ ആൾ കേരളത്തിനകത്തുള്ളൊരു സ്കൂളിലേക്കും വിട്ടാൽ ശരിക്കും കൾച്ചർ ഡിഫറൻസ് ഉറപ്പായിട്ടുണ്ടാവും. ആ പുറത്ത് പഠിക്കുന്ന ആളും ഇവിടെ വരുന്ന ആളും തമ്മിൽ ഒരു കൾച്ചർ ഡിഫറൻസ് ഉണ്ടാകും. അത് വളർന്നു വരുന്ന സാഹചര്യങ്ങളെയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ കാര്യവും കൂടെ ആയിരിക്കും ചിന്തിക്കുന്നത്. സമാനമായിരിക്കാം, പക്ഷേ ഇതിനെ ഡീൽ ചെയ്യുന്ന രീതികളിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇവരുടെയൊക്കെ സമയം കുറിക്കുന്നപ്പോൾ എങ്ങനെയായിരിക്കും? ഈ ജ്യോതിഷത്തിൽ ഇപ്പം നമുക്ക് പ്രസവ സമയം എന്ന് പറയുന്നത് അതിനൊരു തർക്കമുണ്ട്. അതായത് പുക്കിൾക്കൊടി മുറിക്കുന്ന സമയമാണോ, ജന്മമെടുക്കുന്ന സമയമാണോ, പുറത്തേക്ക് വരുന്ന സമയമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ സിസേറിയനോ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ജ്യോതിഷ നിയമത്തിൽ അതിൻ്റെതായ ഒരു മറുപടിയുണ്ട്. നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഒരാളുടെ സമയം കൃത്യമാക്കാം എന്നതിൽ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളത് സയൻസ് വെച്ചാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് വിശ്വാസത്തിൻ്റെ ഭാഗമായാണ്. ഇന്ന് വരെ നമുക്ക് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നാളെ അത് പ്രൂവ് ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ആ കാര്യത്തിൽ നടത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ജ്യോതിഷത്തിൽ അതിൻ്റെതായ ഒരു നിയമം, ഈ ടൈം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ടൊരു നിയമം അതിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിലർ സമയം എടുത്തിട്ട് സിസേറിയൻ ചെയ്യും. പക്ഷെ ഒരു ആസ്ട്രോളജിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ ആ നഷ്ടജാതകമൊക്കെ വെച്ചിട്ട് സിസേറിയനാണോ എന്ന് ചോദിച്ചിട്ടൊരു ആളൊരു കറക്ഷൻ ആ കാര്യത്തിൽ വരുത്തിക്കൊണ്ട് മാത്രമേ ഒരു പക്ഷേ കാര്യങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടല് പോലെ കിടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ. ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, അവർക്ക്
പലപ്പോഴും ചോദിക്കണം അല്ല അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഈ ഒരു ഷോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർക്കാണ്. പുള്ളി വളരെ ഗഹനമായി ഇതിൽ കുറേ പഠനം നടത്തിയിട്ടുണ്ട്. മറ്റു ബിസിനസ് ഉദ്യമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ് പ്ലാൻ ഒന്നുമില്ല. പക്ഷേ ഞാനൊരു പുസ്തകം പണ്ടിറക്കിയിട്ടുണ്ടായിരുന്നു, വിശ്വാസം അതല്ല എല്ലാം എന്ന് പറഞ്ഞിട്ട്. അതൊരിക്കൽ കൂടി ഇറക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതല്ല എല്ലാം എന്നാണ്, അതല്ല എല്ലാം അങ്ങനെയാണ്. കുറേ കഥകൾ, അതിൻ്റെ തുടക്കം പോലും ഈ കഥയിൽ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരും മരിച്ചതുമായ പലരുമായി ബന്ധമുണ്ട് എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ എഴുതിയേക്കുന്നത്. ആ ഇത് വെച്ചിട്ടുള്ള പുസ്തകമാണ് അത്. അച്ഛൻ്റെ പേരിലൊരു പബ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹം, ഞങ്ങളൊരു ആയുർവേദ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു, അച്ഛൻ്റെ ചേട്ടൻ. അങ്ങനെ ഞങ്ങളെല്ലാം, എൻ്റെ ബ്രദർ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു ആയുർവേദ ആശുപത്രി. എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ചേട്ടൻ ഇങ്ങനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രി വേണം എന്നൊരു ആഗ്രഹം. എന്നാൽ അച്ഛൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഈ വളരെ, ഞാൻ പറയില്ലേ, സ്വാത്വികനാണ്. ഈ എക്സൈസുകാരൊക്കെ ഇടയ്ക്ക് കയറിയിട്ട് അത് ഇത് പറയുന്നത് അച്ഛൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛൻ RMP ആയിരുന്നു, ഇങ്ങോട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ട് നിർത്തിയ ആളാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഒന്ന് സബലീകരിക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത് രണ്ടാണ് പ്ലാൻ, അല്ലാതെ പ്രത്യേകിച്ച് ബിസിനസ് പ്ലാനൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ഹരി പത്തനാപുരത്തിനെ കാണാൻ വേണ്ടി വന്നപ്പം കുറേ മുൻധാരണകളുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ ബിൽഡ് ചെയ്ത് വയ്ക്കുന്ന ഹരി പത്തനാപുരമാണോ ഇയാളെന്ന്, ഈ പറഞ്ഞ നേരത്തെ ഒരു മുഖം മൂടി ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ സാധനങ്ങളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ടു ബി പേഴ്സണൽ ആൻഡ് ടു ബി ഫ്രാങ്ക്, എ വെരി സിമ്പിൾ മാൻ. ആൻഡ് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു, ഭയങ്കര ഫ്രീ ആയിരുന്നു പല കാര്യങ്ങളും ചോദിക്കാനും. കാരണം ചിലർ പറയും ഇതിൻ്റെ ചോദിക്കരുതേ, അത് നമുക്ക് അവിടെ ചെന്നാൽ പിന്നെ സോഷ്യൽ മീഡിയ അതെ സോഷ്യൽ മീഡിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊങ്കാലിടുക എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ആത്മീയ യാത്ര കഴിഞ്ഞൊരു സുഖം. മനസ്സിലെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനും. ടു ബി ഫ്രാങ്ക്, എനിക്ക് പലയിടത്തും ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീൽ തോന്നുന്നു. കാരണം ഇവരൊരു എന്താ പറയുക, ഒരു ഗൃഹപാഠം എടുക്കാതെ വന്നിട്ട് എന്ത് ചോദിക്കണം എന്നറിയാതെ എന്നോട് വന്നിട്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ചോദിച്ചാൽ ഞാൻ എന്ത് പറയാൻ പറ്റും? എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, നിങ്ങൾ രാമായണത്തെ പറ്റി ചോദിക്കുന്നു, നിങ്ങൾ വേദത്തെ പറ്റി ചോദിക്കുന്നു, വേദാന്തത്തെ പറ്റി ചോദിക്കുന്നു. ചിലപ്പം നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് കൃത്യമായി ചോദിച്ച് ഫലിപ്പിക്കുക, ഒരു ടങ് സ്ലിപ്പ് ഇല്ലാതെ ചോദിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അത് ഭയങ്കര, കാരണം ഇപ്പം നമുക്ക് ആരെയും ഇൻ്റർവ്യൂ ചെയ്യാം, പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ മേഖലയെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവോ എന്തെങ്കിലും ആ ചോദ്യത്തിനൊരു നിങ്ങൾ ഇത്ര കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ വരെ ചോദിച്ചു. കാരണം എന്നെ ട്രാപ്പാക്കാനാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചത്, വിധിയെപ്പറ്റി ചോദിച്ചത്. ഞാൻ ആ വിധിയിൽ കൊളുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ മൊത്തം നിങ്ങൾ എന്നെ പൊളിച്ചടുക്കി നശിപ്പിച്ച് വരുത്തുമെന്ന് എനിക്കറിയാം. അപ്പം ഘനഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഹരി പത്തനാപുരമായിട്ടുള്ള വളരെ ഭാരമുള്ള വിഷയങ്ങൾ സംസാരിച്ച് നമ്മൾ ഭാരോട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഘനഗാംഭീര്യമുള്ള ഒരു അതിഥിയുമായി ഉറപ്പായും കാണും. അതുവരേക്കും ബൈ.